മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ദുൽഖർ സൽമാൻ. ഇന്ന് ദുൽഖർ സൽമാൻ സിനിമകളുടെ അപ്ഡേറ്റിൻ്റെ പൂരമാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റ്സ് ഇതേ ദിവസം തന്നെ. ബെസ്റ്റ് ഡേ ആണ് ഒരു അനൗൺസ്മെൻറ്റിന്. എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളുടെ റിലീസ് ഓഗസ്റ്റിലുണ്ട് താനും. ഫസ്റ്റ് ആദ്യം ലോക ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം സിനിമ, നസ്ലിൻ, കല്യാണി പ്രിയദർശൻ മെയിൻ ലീഡിൽ വരുന്നത്. അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസിൽ ദുൽഖർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ടൊവിനോ ഉണ്ടെന്ന് പറയുന്നു. എന്തൊക്കെ കരക്കമ്പി സത്യമാണെന്ന് അറിയില്ല. അപ്പോൾ ആ പടത്തിൽ ആദ്യത്തെ അപ്ഡേറ്റ് നോക്കിയപ്പോൾ അതിൽ പുള്ളി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ ടീസറിൽ പുള്ളിയില്ല. അത് കഴിഞ്ഞ് കാന്തയുടെ ട്രെയിലർ ഇറങ്ങി. വാവ്, അമേസിങ്. പുള്ളി ഓബ്വിയസ്ലി ഒരു റെട്രോ സ്റ്റാറായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. റെട്രോ സ്റ്റാർ എന്ന് മെയിനായിട്ട് പറയാൻ കാരണം ഇപ്പോൾ കാന്ത, മായവരം കൃഷ്ണസ്വാമി ത്യാഗരാജ ഭാഗവതർ, MKT 1940കളിലെയും 50കളിലെയും ഒരു സൂപ്പർ സ്റ്റാറായിരുന്നു തമിഴ്നാട്ടിലെ. പുള്ളിയുടെ കഥയാണ് അതിൽ പറയുന്നത്. ഒരു മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഇതൊക്കെ. ശരിക്കും അത് ഫിക്ഷണലായിട്ടാണോ പറയുന്നത്, അത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി അങ്ങനെ പറയുകയാണോ അറിയില്ല. പക്ഷേ അതിൻ്റെ ട്രെയിലർ എന്തായാലും വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. ദുൽഖറിൻ്റെ അഭിനയത്തിലെ ഒരു വേറൊരു ഫേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ചില ചിരിച്ചുകൊണ്ടുകൊണ്ടുള്ള ചില സീൻസും ആ പഴയ റെട്രോ സ്റ്റൈലും പുള്ളിയും സമുദ്രക്കനിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പക്ഷേ സമുദ്രകന്യയായിരിക്കാം ലക്ഷ്മികാന്തിൻ്റെ ക്യാരക്ടറെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും സിനിമയിൽ കാണുമ്പോൾ സമുദ്രകന്യയുടെ ക്യാരക്ടർ ഒരു ഡയറക്ടറാണ്. ശാന്ത എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൻ്റെ സ്റ്റാർട്ടിങ് അവർ കാണിക്കുന്നുണ്ട്. പിന്നെ ദുൽഖറിൻ്റെ സൂപ്പർ സ്റ്റാർ ക്യാരക്ടർ വന്നിട്ട് അതിനെ മാറ്റി കാന്തയാക്കുന്നു. അപ്പോൾ അതിലുള്ള റൈവലറിയും കാര്യങ്ങളും ആയിരിക്കാം. കാന്ത ട്രെയിലർ റിലീസായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തത് തെലുങ്ക് സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആകാശംలో ఒక താര, ആകാശത്തിലെ ഒരേ ഒരു നക്ഷത്രം. അതും ഒരു റെട്രോ ഫിലിമാണെന്ന് തോന്നുന്നു. എനിക്ക് അത് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പക്ഷേ GV പ്രകാശിൻ്റെ മ്യൂസിക്കാണ്. അതിലെ BGM ഒക്കെ നല്ല രസമായിട്ട് കുറച്ച് നേരം കണ്ടെങ്കിൽ അതിനൊരു ഫീലുണ്ട്, ഒരു സൂതിങ് ഫീലുണ്ട്. സോ ഇതെല്ലാം ഈ പടങ്ങൾ അനൗൺസ് ചെയ്ത എല്ലാ പടങ്ങൾ തന്നെയും പാൻ ഇന്ത്യൻ മൂവീസാണ്. കാരണം തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി എല്ലാ ഭാഷകളിലും ഇറങ്ങുന്നുണ്ട്. ഇതിലെല്ലാം പുള്ളി തന്നെയാണ് ഡബ്ബും ചെയ്യുന്നത്. സോ അത്യാവശ്യം ഒരു പ്രൊഡ്യൂസറാണ്, ഒരു ലീഡിങ് ആക്ടറാണ്, സിംഗറാണ്. സോ അങ്ങനെ ബഹുമുഖ പ്രതിഭയായിട്ട് പുള്ളി വരുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. നല്ലൊരു മൈലേജ് കിട്ടട്ടെ. എനിക്കൊരു തോന്നുന്നു ഒരു പക്ഷേ ദുൽഖറിൻ്റെ ഒരു 2.0 ആണ് ഇനി വരാൻ പോകുന്നതെന്ന് തോന്നുന്നു ഈ മൂവി അപ്ഡേറ്റ്സ് ഒക്കെ കണ്ടിട്ട്. പക്ഷേ മലയാളത്തിൽ ഐ ആം ഗെയിം ഡെഫിനറ്റ്ലി നഹാസ് ഹിദായത്ത് RTXന് ശേഷം സംവിധാനം ചെയ്യുന്നു. സോ അതാണ് ഡെഫിനറ്റ്ലി ഞാൻ ഉറ്റുനോക്കുന്ന ചിത്രം. അങ്ങനെ പറയുമ്പോഴും എനിക്ക് ദുൽഖറിൻ്റെ പെർഫോമൻസിൽ പുള്ളിയുടെ കരിയറിൻ്റെ ആദ്യകാലത്തിൽ, അതായത് 2012 പുള്ളി ചെയ്ത തീവ്രം, രൂപേഷ് പീതാംബരൻ ഡയറക്റ്റ് ചെയ്ത പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അതിൽ പോലീസ് സ്റ്റേഷനിൽ പുള്ളിയുടെ ഭാര്യ മരിച്ചിട്ട് പുള്ളി ഇരുന്ന് കരയുന്ന സീനൊക്കെയുണ്ട്. എനിക്ക് അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ദുൽഖറിൻ്റെ കരിയർ ഗ്രാഫ് ഇങ്ങനെ ഭയങ്കര ഒരു ലെവലിലോട്ട് പോകാൻ പോകുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാർലി, ഇപ്പോൾ ലക്കി ഭാസ്കർ, അതിലൊക്കെ പുള്ളിയുടെ അഭിനയം എനിക്കിഷ്ടമാണ്. പക്ഷേ ഇടയ്ക്ക് ചില പടങ്ങളിൽ ഇച്ചിരി ഓൺ ആൻഡ് ഓഫ് വരുന്നത് പോലെ, ഇപ്പോൾ കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ തമിഴിലുണ്ട്, എനിക്ക് തോന്നുന്നു അത് പുള്ളിക്കൊരു കേക്ക് വാക്കാണ്. പുള്ളിക്ക് അത് അത്ര വലിയ എഫേർട്ടുള്ളതല്ല. പുള്ളിയുടെ ഒരു കരിസ്മ തന്നെ മതി അത്തരം റോളുകൾ ചെയ്യാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഈ പുതിയ ടീസറും ട്രെയിലറുകളും ഒക്കെ വളരെ ഹോപ്പ് തരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പുള്ളിയുടെ ഒരു ഭയങ്കര ചർച്ച ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, ഒരു പക്ഷേ ഞാൻ കാണാത്തതായിരിക്കാം, ചുപ്പ് എന്ന് പറഞ്ഞിട്ട് ആർ ബാൽക്കി പുള്ളി ഡയറക്റ്റ് ചെയ്ത 2022 പുറത്തു വന്ന പടം. ഒരു സീരിയൽ കില്ലറായിട്ട് പുള്ളി അഭിനയിച്ചിരിക്കുന്ന, പുള്ളിയുടെ കുറേ എന്താ പറയുക, ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അതൊക്കെ പുള്ളി കാണിക്കുന്ന ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു മെയിൻ ഫീമെയിൽ ലീഡുണ്ട്, പുള്ളിക്കാരിയായിട്ടുള്ള കെമിസ്ട്രി നല്ല രസമായിട്ട് പുള്ളി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടുവേർഡ്സ് എ ക്ലൈമാക്സ് ഇച്ചിരി ഓവർ ദ ടോപ്പായി പോയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ചുപ്പിൽ ദുൽഖർ സൽമാൻ്റെ പ്രകടനം അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ അപ്കമിങ് ഒരുപാട് നല്ല പ്രകടനങ്ങൾ വരട്ടെ, ഫിലിം സക്സസ് ആവട്ടെ. പക്ഷേ മലയാളത്തിൽ ഇനിയും കൂടുതൽ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഗുഡ് ലക്ക് ടു യു ദുൽഖർ വൺസ് അഗെയിൻ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ബർത്ത്ഡേ.